ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ സാഗർ വളരെയധികം വിഷമിക്കാട്ടോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, കൺമണിയോട് താൻ ചെയ്തത് വലിയധികം തെറ്റായി പോയി എന്നുള്ളത് സാഗറിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എല്ലാവരും വിളിക്കുമ്പോഴും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് എന്ത് പ്രായശ്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്തത് വലിയൊരു പാപമായി പോയി സാഗർ എന്ന് സുജാതയും പറയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ഒന്നും കൂടി വിളിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേനും വീണ്ടും സ്വിച്ച് ഓഫ്. അപ്പോൾ തന്നെ ചേച്ചിയമ്മ പറയുന്നുണ്ട്, എനിക്കൊരു സംശയം, അവൾക്ക് വലിയൊരു അപമാനമാണ് ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നത്. എല്ലാവരുടെ മുന്നിൽ കള്ളിയായില്ലേ അവളിനി വല്ല കടുങ്കയും ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഫോൺ സ്വിച്ച് ഓഫുമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ആകെ ഒരു ടെൻഷൻ ആവുന്നുണ്ട്. വീണ്ടും അലികയിൽ തന്നെയാണ് കാണിക്കുന്നത്. അമ്മായിമാരും അതുപോലത്തെ മഹിയും കൃഷും വരുന്നുണ്ട്. അപ്പോൾ അമ്മായിമാരോടായി ചോദിക്കുന്നുണ്ട്, എവിടെയാണ് കൺമണി എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയില്ല സർ, രാവിലെ അവൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്, പക്ഷെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണിപ്പോൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എന്തായാലും ഇനി അവളുമായിട്ട് ഒരു കൂട്ടുമില്ല. കാരണം അവൾ അലികയെ ചാദിക്കാൻ നോക്കിയവളാണ്. ഇനി അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അത് ഞങ്ങൾ തന്നെ തീരുമാനിച്ച കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ, കൺമണി എന്ത് തെറ്റാണ് ചെയ്തത്? അലികയെ രക്ഷിക്കാനല്ലേ അവൾ നോക്കിയത്? അവളെങ്ങനെ അലികയെ നശിപ്പിക്കാൻ അവൾ നോക്കിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവർക്ക് അന്തം വിട്ടുകൊണ്ടിരിക്കുന്നു. ഇവരിങ്ങനെയല്ലല്ലോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. കൺമണി എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. പിന്നെ മഹി എത്രയും പെട്ടെന്ന് ആ വിദ്യയെ എനിക്ക് കണ്ടെത്തി തരണം എന്ന് പറയുന്നു. മാത്രമല്ല, അമ്മായിമാരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് കൺമണിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്നെ അത് അറിയിക്കണമെന്നും പറഞ്ഞിട്ട് കൃഷും മഹിയും കൂടി പോകുന്നു കേട്ടോ. പിന്നെ അമ്മായിമാർ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം എന്തൊക്കെയോ പ്രശ്നം കൂടുതലായിട്ടുണ്ട്. നമ്മുടെ വീടും പോവും, നമ്മുടെ ജോലിയും പോവും, എല്ലാം പോകുമെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേനും പിന്നീട് വിദ്യയാണ് കാണിക്കുന്നത്. വിദ്യയാണെങ്കിൽ മുങ്ങി നടക്കുകയാണ്. എല്ലാം ഒപ്പിച്ചതിന് ശേഷം മഹിയാണെങ്കിൽ വിദ്യയെ വിളിക്കുന്നുണ്ട്. വിദ്യ എന്ന് ചോദിക്കുമ്പോഴത്തേനും വിദ്യ ചോദിക്കുന്നുണ്ട്, ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ മഹിയാണടോ എന്ന് പറയുന്നു. എന്ത് പറ്റി മഹി എന്ന് പറയുമ്പോഴത്തേനും, എടാ നീ എവിടെയാണ്? എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. നിനക്കും നല്ലൊരു വേണ്ടപ്പെട്ട കാര്യമാണ്, ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ വിദ്യയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. കൃഷായിരിക്കും ഇവനെ പറഞ്ഞയച്ച് വിട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ശരിയാവില്ല. അപ്പോഴത്തേനും നുണക്കഥ പറയുന്നുണ്ട്. മഹി, ഞാൻ ഇപ്പോൾ കമ്പനിയിൽ നിന്ന് ഏതായാലും ലീവിലാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഡൽഹിയിലുള്ള എൻ്റെ കസിൻസിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറയുന്നു. എയർപോർട്ടിലാണ് ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണാം എന്ന് പറഞ്ഞ് വിദ്യ ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ. അതിനുശേഷം മഹി പറയുന്നുണ്ട്, അവൾ എങ്ങോട്ടും പോയിട്ടില്ല, അവൾ ഇവിടെ തന്നെയുണ്ട്, അവൾ എന്നെ പറ്റിക്കാനായിട്ട് നോക്കുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അവിടെ നിൽക്കുന്ന സമയത്താണ് കിളിയനാണെങ്കിൽ കുറച്ച് മരുന്നൊക്കെ വാങ്ങിയിട്ട് വരുന്നത് കാണുമ്പോഴത്തേനും മഹിയാണെങ്കിൽ കിളിയനെ ഓടിക്കുന്നുണ്ട് കേട്ടോ. പിടിക്കാൻ വേണ്ടി ഓടിക്കുക, പക്ഷേ കിളിയനെ കിട്ടുന്നില്ല. അതിനുശേഷം തന്നെ വീണ്ടും കാണിക്കുന്നത് കൃഷിനെയാണ്. ധനലക്ഷ്മിയെ കാണാനായിട്ട് കൃഷി വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അച്ഛൻ വരുന്നുണ്ട്, ശ്രീനിവാസൻ വരുന്നുണ്ട്. എന്താ സർ എന്ന് ചോദിക്കുമ്പോഴത്തേനും, ഇവിടെ ഉണ്ടോ ധനലക്ഷ്മി, ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ അകത്തുണ്ടല്ലോ, എനിക്ക് അവരെ ഒന്ന് കാണാൻ പറഞ്ഞിട്ട് വേഗം അകത്തേക്ക് പോകുന്നു. അപ്പോൾ ധനലക്ഷ്മി കൃഷിനെ കാണുമ്പോഴത്തേനും ഞെട്ടിത്തരിക്കുന്നുണ്ട്. എന്ത് സർ വേണ്ടതെന്ന് ചോദിക്കട്ടോ. അപ്പോൾ അച്ഛൻ വന്ന് നോക്കുന്നുണ്ട് എന്താണ് ഇവിടെ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട്. എവിടെയാണ് കൺമണി എന്ന് ചോദിക്കുമ്പോഴത്തേനും, എനിക്കറിയില്ല സർ. കൺമണി, നിങ്ങളല്ലേ രാവിലെ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചത്. കാരണം എന്നെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ, ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്, ഞാൻ ഒന്നും കള്ളം പറഞ്ഞിട്ടൊന്നുമില്ല സർ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പോഴത്തേനും, ആ വരുണാണ് എന്നെക്കൊണ്ട് എല്ലാം തന്നെ പറയിപ്പിച്ചത്. കാരണം കൺമണിയാണല്ലോ വരുണിൻ്റെ കൈയും കാലിനും തല്ലി ഓടിച്ചത്. അതുകൊണ്ട് തന്നെയാവും കൃഷ്ണനോട് അവന് ഇത്ര ദേഷ്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. കൺമണി എവിടെയാണെന്നുള്ളത് നിങ്ങൾ എനിക്ക് കണ്ടെത്തി തരണം. അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശരിയാക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേന് ഞാനൊരു പാവമാണ് സർ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല കൺമണി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. വീണ്ടും അച്ഛനോട് പറയുന്നുണ്ട്, ഇനിമേലെ ഇമാതിരി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മിയോട്. പിന്നെ അച്ഛനോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഞാൻ കൺമണിയെ കണ്ടെത്തി തരും, അച്ഛൻ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതിനുശേഷം അച്ഛൻ ധനലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, ധനലക്ഷ്മി നീ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്?
കൺമണിയാണ് വരുണിൻ്റെ കൈയും കാലും തല്ലി ഒടിച്ചതെന്നുള്ളത്. നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണെന്ന രീതിയിലൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ആകെ ടെൻഷനായി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്ന വരുണിൻ്റെ അച്ഛനെയാണ്. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് പോകാനായിട്ട് നിൽക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും എന്താ മോനെ, അവൾ നിന്നെ നല്ല പോലെ പഞ്ഞി കിട്ടല്ലോ, എന്തൊരു മുറിവ്, ഇതുവരെയും ഉണങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വാ നടക്കെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെയാണ് ക്രഷ് അങ്ങോട്ടേക്ക് വരുന്നത്. ക്രഷിനെ കാണുമ്പോൾ വരുണിന് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം ക്രഷ് വരുണിനെ ഇട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കൺമണി എവിടെയാടാന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ കൺമണി എവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയുന്നത്, അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന രീതിയിൽ വരുണ് സംസാരിക്കുകയാട്ടോ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ തമ്മിൽ ഒന്നാവാൻ നീയാണ് തടസ്സം, പിന്നെ അവളെൻ്റെ കയ്യിൽ കിട്ടിക്കോട്ടെ, അപ്പോൾ ഞാൻ അവളെ ശരിയാക്കി കൊടുത്തോളാം എന്നൊക്കെ വരുണ് കൃഷിനോടായിട്ട് പറയുമ്പോഴത്തേനും കൃഷിന് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ കൈയും കാലും തല്ലി ഓടിച്ച പോലെ ഇഞ്ചിഞ്ചായി ഞാൻ അവളെയും ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൺമണിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ ശരിയാക്കി തരാടാ എന്ന് കൃഷും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ വരണ്ടരാശ പിടിച്ചു മാറ്റാൻ നിൽക്കുമ്പോൾ പിടിച്ചു മാറ്റാനൊന്നും സമ്മതിക്കുന്നില്ല. പിന്നെ എൻ്റെ കൺമണി എവിടെയെന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കാട്ട് ചെയ്യുന്നത്. വരുണിനെ അറിയില്ല സംഭവം എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന്. അതിനുശേഷം തന്നെ അവിടെ ഇട്ടിട്ട് പോവാട്ടോ. അപ്പോൾ തന്നെ അച്ഛൻ ചോദിക്കുന്നുണ്ട് വരുണിനോട്, എന്താ മോനെ വരുന്നവരും പോകുന്നവരും നിന്നെ തല്ലിച്ചതുക്കി തന്നെയല്ലേ ചെയ്യുന്നത്, എന്ത് ചെയ്യാനാച്ചാ, ഞാൻ എന്ത് ചെയ്തിട്ടാ, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നു. അതിനുശേഷം സുമിത്രയാണ് കാണിക്കുന്നത്. സുമിത്രയാണെങ്കിലോ എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കുമെന്ന് വിചാരിച്ച് നിൽക്കണം. അപ്പോഴാണ് കിളിയൻ്റെ ഫോൺ കോൾ വരുന്നത്. അതിനുശേഷം തന്നെ എന്താടാ കിളിയാന്ന് പറയുമ്പോഴത്തേനും, മാഡം എന്നെ തല്ലാൻ വേണ്ടി ആ കൃഷിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ ആ പെപ്പർ സ്പ്രേ അടിച്ച് ഞാൻ അന്ന് രക്ഷപ്പെട്ടു, പക്ഷേ അവൻ എന്നെ ഫോളോ ചെയ്തു, എന്തൊക്കെയോ അറിയുന്നത് പോലെയാണ് അവൻ എൻ്റെ പുറകെ കൂടുന്നത്, എന്നിൽ നിന്ന് എന്തൊക്കെ അവൻ അറിയാനുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തിനാ പുറത്തിറങ്ങി നടന്നത്, എന്തായാലും ലക്ഷ്മി കുഞ്ഞിന് കുറച്ച് മരുന്ന് വാങ്ങേണ്ടി വന്നു, അതിനു വേണ്ടി വന്നതാണെന്ന് പറയാട്ടോ. എന്നാൽ നീ ഇറങ്ങി വരേണ്ട ആവശ്യമില്ല, ഇനി എന്തേ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. പിന്നെ അകത്ത് തന്നെ ഇരുന്നാൽ മതി എന്ന് പറയാട്ടോ. വീണ്ടും തന്നെ ബലരാമനാണെങ്കിലോ അവനെ കൊണ്ടുവരട്ടെ, കിളിയനെ കാണുന്നുണ്ട്. കിളിയനെ കാണുമ്പോഴത്തേന് വണ്ടിയിൽ പിടിച്ചിട്ടിട്ട് പോവാട്ടോ ചെയ്യുന്നത്. അതിനുള്ളിൽ തന്നെ കൺമണിയെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. കൈയും കാലൊക്കെ കെട്ടിയിട്ട് വായിൽ തുണി വെച്ചിട്ടൊക്കെ കെട്ടിയിട്ടിട്ട് കൊണ്ടുപോകാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ബലരാമൻ വീണ്ടും കിളിയനെ അടിക്കുന്നുണ്ട്. എന്താണ് നീ ചെയ്തത്, എവിടെ കൺമണി, എനിക്കറിയില്ല ബോസേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും നീ എന്താ ഒളിച്ചു നിൽക്കുന്നത്, ഞാൻ ലക്ഷ്മി കുഞ്ഞിന് മരുന്ന് വാങ്ങിക്കാം, അവൾക്ക് എന്ത് പറ്റി, അമ്മയുണ്ട് എൻ്റെ കൂടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേനും ഒന്നും പറയണം. സുമിത്രാമ്മ അവളെ തല്ലിയതോടെ തല പൊട്ടി ബോധമില്ലാതെ ലക്ഷ്മി കുഞ്ഞ് കിടക്കുകയാണെന്ന് പറയുന്നു. എന്തിനാ അമ്മ അവളെ തല്ലിയത്, അതൊന്നും എനിക്കറിയില്ല ബോസ്, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിളിയനെ വെറുതെ വിടുക കേട്ടോ ചെയ്യുന്നത്. ബലരാമന് കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ്. അതിനുശേഷം തന്നെ വീണ്ടും കൺമണിയെ ഗുണ്ടകൾ ചേർന്ന് കെട്ടിയിട്ടിരിക്കുകട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ സുമിത്രയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെങ്കിൽ ബലരാമൻ്റെ നേരെയാണ് കുറ്റം ചാർത്താനായിട്ട് ഗുണ്ടകളും അതുപോലെ സുമിത്രയെ നോക്കുന്നത്. ബലരാമൻ സാറാണ് നിന്നെ ഇവിടെ പിടിച്ചിട്ടത്, അതുകൊണ്ട് തന്നെ നീ എന്തുകൊണ്ടാണ് 10 ലക്ഷം രൂപയൊക്കെ വേണ്ടാന്ന് വെച്ചതും ആ കമ്പനിയിലേക്ക് പോവാത്തതും, ബലരാം സാർ ഇപ്പോൾ ഒരു കോൾ വന്നാൽ നിന്നെ ഞങ്ങൾ തീർത്ത് കളയുന്നു എന്ന രീതിയിലൊക്കെ ഗുണ്ടകൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, എന്നെ തീർത്ത് കളഞ്ഞ കൃഷി എന്തായാലും അവനെ തീർക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ കൃഷി എന്തായാലും എന്നെ രക്ഷിക്കാനായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം തന്നെ ഒരു ഗുണ്ട സുമിത്ര മേഡത്തിനെ വിളിക്കുന്നുണ്ട്. കണ്ടോ കോള് വന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ മേഡം അവളെ തീർത്ത് കളയട്ടെ, അവളെങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ഞങ്ങളെല്ലാം ബലരാമൻ സാറിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്, അവളത് നല്ലപോലെ വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് വേണ്ടതെന്ന് പറയുമ്പോഴത്തേന് കിളിയൻ അങ്ങോട്ട് വരുന്നു കേട്ടോ. മേഡം എന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. എന്താ കിളിയ, എന്താ പ്രശ്നം പറ്റിയത്, എല്ലാം അറിഞ്ഞു എന്നാണ് തോന്നുന്നത്, ബലരാമൻ സാറ് എല്ലാം അറിഞ്ഞിട്ടുണ്ട്, എന്നെ പഞ്ഞിക്കിട്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്, സാറിന് എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുമിത്ര ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.